നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി അല്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഞാൻ പങ്കെടുത്ത ഹെസ്റ്റോണയുടെ കുറച്ച് പ്രിപ്പറേഷൻസും അവിടെ നടന്നിട്ടുള്ള കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളും മാത്രമാണ്. തലേ ദിവസം തന്നെ ഞങ്ങൾ അതിലേക്ക് ഉള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ തനിച്ചായിരുന്നില്ല, എൻ്റെ കൂടെ കുറച്ച് വേറെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇറച്ചിപ്പത്തിരി, ഉന്നക്കായ, അതുപോലെ ചിക്കൻ റോള്, കട്ട്ലേറ്റ്, കടുക്ക നിറച്ചത്, അങ്ങനെയുള്ള കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള പലഹാരങ്ങൾ മാത്രമാണ് ഞങ്ങൾ അവിടെ സ്റ്റാളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കേക്ക്സ് ഉണ്ടായിരുന്നു, അതുപോലെ കുറച്ച് വാട്ടർ, അങ്ങനെ കുറച്ച് ചായ. അപ്പം തലേ ദിവസം അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തു വെക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറച്ചിപ്പത്തിരി അതുപോലെ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് അത് അവിടെ നിന്ന് സ്റ്റാളിൽ നിന്ന് തന്നെ പൊരിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ റോളും ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തന്നെ ഫ്രഷായിട്ട് പൊരിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ബ്രെഡ് റോളായിരുന്നില്ല, ഇങ്ങനെ നമ്മുടെ സ്റ്റാളിലുള്ള കുറച്ച് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ഒരു സോളോ, ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും 2 ഗ്രൂപ്പിൻ്റെ ഒരു ബാൻഡായിരുന്നു. അപ്പോൾ അതിനുള്ള കുറച്ച് നല്ല പ്രോഗ്രാമായിരുന്നു. നമുക്ക് ഫുഡിൻ്റെ സ്റ്റാൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എനിക്ക് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഫുഡിൻ്റെ ഒരു സെക്ഷൻ മാത്രമായിട്ടാണ് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സ്, ഹാൻഡ് ക്രാഫ്റ്റ്സ്, അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ്, അങ്ങനെ വേറെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ 7-8 സ്റ്റാൾ മാത്രമാണ് ഫുഡിൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്, അതിലുള്ള സ്റ്റാൾസ് മാത്രം. പിന്നെ ഹോം മെയ്ഡായിട്ട് അതുപോലെ കുക്കീസ്, സ്വീറ്റ്സ്, ബേക്കറി ഐറ്റംസ്, അതുപോലെ കേക്ക്സ്, ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ടായിരുന്നു. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റാളുകളായിരുന്നു എല്ലാം തന്നെ. പിന്നെ ജ്യൂസിന് മാത്രമായിട്ടൊരു കൗണ്ടർ ഉണ്ടായിരുന്നു. മൊജിറ്റോ ആണ് ഇത്. നമ്മുടെ ഞാൻ തന്നെ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല വ്യൂസൊക്കെ ഉള്ള ബ്ലൂ ലെമണേഡ്. അതുപോലെ വരുന്ന മൊജിറ്റോസ് മാത്രമായിരുന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു ഇവരുടെ കൗണ്ടറിൽ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കേക്കുകളാണ്. പിന്നെ ഇത് നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്ന അതിൻ്റെ ഓർഗനൈസറുടെ തന്നെ ഒരു സ്റ്റാളായിരുന്നു. അവർ അത് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ വിഭവങ്ങൾ തന്നെ. പിന്നെ ഇത് കേക്കിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുന്ന ഒരു കുട്ടിയുടെ ഒരു സ്റ്റാളാണ്. പോപ്പ് ഷുഗർ എന്നാണ് അവരുടെ സ്റ്റാളിൻ്റെ പേര്. നല്ല കേക്ക്സും അതുപോലെ സ്നാക്സുമാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ ഒരു സ്റ്റാളിൽ ഒരു പ്രത്യേക ആകർഷണമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈക്കിളാണ്. ശരിക്കും ഇതൊരു കേക്ക് സ്റ്റാൻഡാണ്. അവരത് പത്തിരിയും ബീഫും ആണ് ഇതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഐസ്ക്രീം പൊരിച്ചതിൻ്റെ കൗണ്ടറാണ്. ഇവിടെ ഫസ്റ്റ് ഡേ ഭയങ്കര ഡള്ളായിരുന്നു, പക്ഷേ ലാസ്റ്റ് ഡേ നല്ല തിരക്കുണ്ടായിരുന്നു. അൽത്താഫ്ക എന്ന് പറയുന്ന ഒരു എൻജോയ്സിലുള്ള ഒരാളായിരുന്നു ഇത് സ്റ്റാൾ കണ്ടക്ട് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരെണ്ണം വാങ്ങിച്ച് കഴിച്ചു. അവർ ചെയ്യുന്നത് ഒന്ന് കാണിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് മൂപ്പരിത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ബാൻഡ് കൂടെ കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു. പിന്നെ ഇത് കവർ ചെയ്തിട്ടില്ല മുഴുവനായിട്ടും. പിന്നെ മെഹന്തി
കോൺടെസ്റ്റ്, അതുപോലെ സ്പോർട്ട് കൊറിയോഗ്രാഫി, പിന്നെ കുട്ടികളുടെ ഫാഷൻ ഷോ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് മിസ്സായി പോയതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.